വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് നമുക്ക് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കിയാലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള ഒരു വിഭവമാണ്. നമുക്കറിയാം പല വിധത്തിൽ നമ്മൾ ഓട്സ് ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് ഓവർനൈറ്റ് ഓട്സ് എന്നുള്ളത്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഓട്സ് കൊണ്ട് സ്മൂത്തി ഉണ്ടാക്കാറുണ്ട്, അതും വളരെ നല്ലതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് കൊണ്ടുള്ള പുട്ടാണ്. അത് നമുക്ക് കടലയുടെ കൂടെയോ അല്ലെങ്കിൽ പഴത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ്. നമ്മൾ സാധാരണ നമ്മുടെ നാടൻ ഒരു ഫുഡാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഓട്സ് കൊണ്ട് പുട്ടുണ്ടാക്കുന്നതെന്ന്. ഓട്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റെഗുലർ ഓട്സ് ആണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു ചൂടായ പാനിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. കാരണം ഒത്തിരി അതിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ, അന്നേരം ഇത് റെഡി ആയിക്കോളും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അതിനുവേണ്ടി നമ്മൾ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് പൊടിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതെല്ലാം നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓട്സൊക്കെ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. പിന്നെ നമുക്ക് കുറച്ച് ജീരകം വേണം. ഇത് 1 ടീസ്പൂൺ ജീരകം ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് തേങ്ങ, ഇത് 1 കപ്പ് തേങ്ങ ചിരണ്ടിയതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ മതി. ഞാനിതിൽ നിന്ന് 1/2 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. അതിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ജീരകം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നനച്ചെടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിനകത്തേക്ക് ഒത്തിരി വെള്ളം ഒന്നിച്ചൊഴിക്കരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നീട് ആവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാവുള്ളൂ. ഇത് ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ വെള്ളം പോരാ. കുറച്ചുകൂടി വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിനകത്ത് വലിയ കട്ടകളൊക്കെ കാണും. അത് നമ്മൾ പിന്നീട് പൊടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് റെഡിയായി ഒന്ന് നോക്കുന്നത് ഇതുപോലെ ഒരു ഉരുള ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കണം. അതിപ്പം നമ്മളിതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെന്നാണ്. ഞാനിവിടെ എടുത്തു വെച്ചിരുന്നത് ഒരു 2 കപ്പ് വെള്ളമാണ്. അതിൽ നിന്ന് 1/2 കപ്പ് മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഓട്സിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അതൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അധികം പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടണം, അത്രയും മാത്രം മതി. ഇത് കണ്ടോ, ഇതെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ കട്ടയൊന്നുമില്ല. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുക്കുന്നത്. ഓട്സിന് കുറച്ചൊരു സ്റ്റിക്കിയാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീണ്ടും നമുക്ക് പൊടിച്ചെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ പൊടിച്ച ആ ഓട്സിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ സമയത്ത് ഞാനൊരു പുട്ടുകുടത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റീമായി വന്നിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുട്ട് കുറ്റിക്കകത്തേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കാം. അതിനാദ്യം തന്നെ ഇതുപോലെ ഒരു ചില്ല് അത് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ ഒരു ലെയർ തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു പകുതി വരെ നമ്മൾ ഓട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറച്ചുകൂടി തേങ്ങ ആഡ് ചെയ്യണം. ഇപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഓട്സിൻ്റെ ആ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നിറയുന്നത് വരെ നമുക്ക് ഇതിൻ്റെ ഈ മിക്സ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തേങ്ങ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് ആവി കയറ്റിയെടുക്കണം. നമ്മുടെ പുട്ടുകുടത്തിനകത്ത് ഈ സമയത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പുട്ടുകുറ്റി അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ആവി കയറ്റാം. ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് ആവി വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പുട്ടുകുറ്റിയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നന്നായി വന്നിട്ടുണ്ട്, പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഇനി അതിൻ്റെ ചില്ല് നമുക്കിതിൽ നിന്നൊന്ന് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ പുട്ട് വളരെ സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ചൂടോടെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ ഓട്സ് കുറച്ചുകൂടെ മിച്ചമുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു മോൾഡ് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഓട്സിൻ്റെ ആ മിക്സ് കൊണ്ട് ഇതൊന്ന് ഫില്ല് ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ തേങ്ങ ഇട്ട് കൊടുത്തു. ഇത് നമ്മുടെ കുക്കറിൻ്റെ മുകളിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാനിപ്പം ഈ സമയത്ത് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ആവിയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ വെയിറ്റ് മാറ്റിയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ ആവും. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല ആവി പൊങ്ങുന്ന ചൂടായിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ പുട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്കിത് പഴത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കടലക്കറിയുടെയോ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ ഏത് പുട്ട് കഴിക്കുന്നത് കോമ്പിനേഷനും ഇതിന് കൊള്ളാവുന്നത് തന്നെയാണ്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൻ്റെ കൂട്ടത്തിൽ വെറുതെ പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ചൂടായിട്ടുള്ള ഈ ഓട്സ് പുട്ടിനകത്തോട്ട് ഒരു കുറച്ച് പഞ്ചസാര, വളരെ കുറച്ച് മതി, അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കഴിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ അതനുസരിച്ച് കഴിക്കാവുന്നത് തന്നെയാണ്. ഇപ്പം ഞാനിത് കുറച്ചൊന്ന് കഴിച്ച് നോക്കാൻ പോവുകയാണ്. ഇത് കണ്ടോ, വളരെ സോഫ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ഓട്സ് പുട്ട്? വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്? ഓട്സ് നമുക്ക് വറുത്ത് പൊടിച്ച് ഒരു കണ്ടെയ്നറിനകത്ത് ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അതും അല്ലെങ്കിൽ നമ്മളിത് നനച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഓരോ ദിവസവും കുറച്ചെടുത്ത് ഉണ്ടാക്കിയാൽ മാത്രം മതി. നമ്മളെല്ലാവരും ഒക്കെ ജോലി ചെയ്യുന്നവരല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഓരോ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ പലരും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇനി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ കാര്യം മറന്നു പോകരുത് കേട്ടോ. കാരണം സബ്സ്ക്രൈബ് ചെയ്താലേ ഉള്ളൂ ഓരോ ആഴ്ചയും ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.